Hi dear students, all of you welcome. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെൽഫ് ഇൻഡക്ഷൻ, അതുപോലെ തന്നെ മൂവിങ് കോയിൽ മൈക്രോഫോൺ, ഇങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കുന്ന ഒരു പുതിയ ടോപ്പിക്കാണ്, ദാറ്റ് ഈസ് പവർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. സോ വി സ്റ്റഡീഡ് ഹൗ വി ക്യാൻ പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി. വി ക്യാൻ പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി ബൈ using the phenomena that is known as electromagnetic induction, and we can largely produce this electricity by using generators. Now we have to study how we can distribute or transmit this electricity that we have produced. അപ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് പഠിച്ചു കഴിഞ്ഞു. ജനറേറ്റേഴ്സ് ഉപയോഗിച്ചാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി നമുക്ക് എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യാം? നമുക്കറിയാം, വിദൂര സ്ഥലങ്ങളിലേക്ക്, അല്ലെ ഡിസ്റ്റൻസ് പ്ലേസുകളിലേക്ക്, വീടുകളിലേക്കും ഫാക്ടറികളിലേക്കൊക്കെ ഇലക്ട്രിസിറ്റി എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അവിടേക്ക് എങ്ങനെയാണ് എത്തിക്കുക, ഈ കാര്യങ്ങളാണ് നമ്മളിനി പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്, ഇലക്ട്രിസിറ്റി വരുന്നത് പവർ സ്റ്റേഷനിൽ നിന്നാണ്, അല്ലേ? പവർ സ്റ്റേഷൻ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ കേരളത്തിലൊക്കെ ധാരാളം ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ് ഉണ്ട്, ജലവൈദ്യുത നിലയങ്ങൾ. അപ്പോൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ, അതുപോലെ തെർമൽ പവർ സ്റ്റേഷൻ, ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്താണ് പവർ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ? ദി പ്ലേസ് വേർ ഇലക്ട്രിസിറ്റി ഈസ് ജനറേറ്റഡ് ഓൺ ലാർജ് സ്കെയിൽ ഫോർ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ പവർ സ്റ്റേഷൻ എന്താണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ലാർജ് സ്കെയിൽ, വൻതോതിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലങ്ങൾ. ഈ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്തിനാണ്? പല സ്ഥലങ്ങളിലേക്ക് വിതരണം ചെയ്യാൻ. അങ്ങനെയുള്ള സ്ഥലങ്ങൾ പറയുന്നതാണ് പവർ സ്റ്റേഷൻ. ഓക്കെ, അപ്പോൾ ഇൻ പവർ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ദർ ഷുഡ് ബി എ ജനറേറ്റർ. പവർ സ്റ്റേഷനിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനൊരു ജനറേറ്റർ ഉണ്ടായിരിക്കണം. ഓക്കെ, വി നോ ദാറ്റ് വാട്ട് ഈസ് ദി എനർജി കൺവേർഷൻ ടേക്സ് പ്ലേസ് ഇൻ ജനറേറ്റേഴ്സ്. നമ്മൾ മുൻപ് പഠിച്ചു കഴിഞ്ഞതാണ് ജനറേറ്ററിൽ നടക്കുന്ന എനർജി കൺവേർഷൻ. വി നോ ദാറ്റ് ഈസ് മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. അവിടെ മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ജനറേറ്ററിന് ഒരു മെക്കാനിക്കൽ എനർജി കിട്ടിക്കഴിഞ്ഞാൽ അത് ജനറേറ്ററിൽ നിന്ന് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് പുറത്തേക്ക് വരും. നമ്മൾ സാധാരണ നമ്മൾ വല്ല ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ചെറിയ ജനറേറ്ററുകൾ കണ്ടിട്ടുണ്ടായിരിക്കും. അവിടെ നമ്മൾ പെട്രോള് അല്ലെങ്കിൽ ഡീസൽ അല്ലെങ്കിൽ മണ്ണെണ്ണ ഇങ്ങനെയുള്ളത് ജനറേറ്ററിന് കൊടുത്തിട്ട് നമ്മളത് വളരെ ശക്തിയിൽ ഒന്ന് വലിച്ച് കറക്കുന്ന സമയത്ത് അത് കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഡീസൽ കത്തുന്നത് കൊണ്ടാണത് കറങ്ങുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അവിടെ മെക്കാനിക്കൽ എനർജി കിട്ടുന്നത് ഫ്യൂവലിൽ നിന്നാണ്, അല്ലേ? അപ്പോൾ അതേപോലെ മെക്കാനിക്കൽ എനർജി, ഒരു ജനറേറ്ററിന് ആവശ്യമായിട്ടുള്ള മെക്കാനിക്കൽ എനർജി കിട്ടുന്നത് എവിടെ നിന്നാണ്? അത് നമ്മൾ പഠിക്കണം. ഓക്കെ, ദി മെക്കാനിക്കൽ എനർജി ഫോർ ജനറേറ്റർ ഈസ് ഒബ്റ്റെയിൻഡ് ബൈ വാട്ടർ സ്റ്റോർഡ് ഇൻ എ ഡാം. ഒരു ഡാമിൽ കെട്ടി നിർത്തിയ വെള്ളം, വളരെ ഉയരത്തിലുള്ള ഡാമുകളിൽ വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ടാവും. അത് വലിയ പൈപ്പുകളിലൂടെ, ആ പൈപ്പുകൾക്ക് പറയുന്ന പേരാണ് പെൻസ്റ്റോക്ക് പൈപ്പുകൾ, അതിലൂടെ ഒഴുകി വരുമ്പോൾ നല്ല ശക്തിയിൽ അതിന് കൈനറ്റിക് എനർജി ഉണ്ടാവും. ഉയരത്തിൽ കെട്ടി നിർത്തുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും, അത് ഫ്ലോ ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് കൈനറ്റിക് എനർജിയായി, അങ്ങനെ അത് ജനറേറ്ററിൽ എത്തുമ്പോൾ മെക്കാനിക്കൽ എനർജിയായി, അങ്ങനെ ജനറേറ്ററിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഇലക്ട്രിക്കൽ എനർജിയായി. ഓക്കെ, അപ്പോൾ മെക്കാനിക്കൽ എനർജി കിട്ടുന്ന വാട്ടർ സ്റ്റോർഡ് ഇൻ എ ഡാം. പിന്നെ അതുപോലെ തന്നെ ന്യൂക്ലിയർ എനർജി, ന്യൂക്ലിയസിൽ നിന്ന് കിട്ടുന്ന എനർജിയാണ് ന്യൂക്ലിയർ എനർജി. ആൻഡ് അനദർ വൺ തെർമൽ എനർജി. തെർമൽ എനർജി നമ്മൾ ഡീസൽ കത്തിക്കുമ്പോൾ, അല്ലേ? നമ്മൾ സാധാരണ നമ്മളെ വീട്ടിലൊക്കെ ഒരു കല്യാണ ഫംഗ്ഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരു ജനറേറ്ററിൽ നമ്മൾ ഡീസൽ കൊടുത്ത് അത് കത്തുമ്പോഴാണ് അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി പുറത്തേക്ക് വരുന്നത്. അതാണ് തെർമൽ എനർജിയുമായി ബന്ധപ്പെട്ട് പറയുന്നത്. പിന്നെ അതുപോലെ വിൻഡ് എനർജി, കാറ്റാടി പാടങ്ങൾ. നമ്മുടെ കേരളത്തിൽ കഞ്ചിക്കോട്, അതുപോലെ രാമക്കൽമേട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കാറ്റാടി പാടങ്ങളുണ്ട്, വിൻഡ് ഫാമുകളുണ്ട്. അവിടെ നിന്ന് കിട്ടുന്ന വിൻഡ് എനർജി ഉപയോഗിച്ച് നമുക്ക് ജനറേറ്ററിന് മെക്കാനിക്കൽ എനർജി സപ്ലൈ ചെയ്യാം. അത് ജനറേറ്ററിൽ നിന്ന് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ജനറേറ്ററിന് പറയുന്ന പേര്
3 ഫേസ് എ സി ജനറേറ്റർ എന്നാണ്. 3 ഫേസ് എ സി ജനറേറ്റർ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻ പവർ സ്റ്റേഷൻ വി പ്രൊഡ്യൂസേഴ്സ് എ സി കറണ്ട്, ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. അപ്പോൾ എ സി ജനറേറ്ററാണ് യൂസ് ചെയ്യുന്നത്. ആ ജനറേറ്ററിൻ്റെ പ്രത്യേകത 3 ഫേസ് ആണ്. 3 ഫേസ് എ സി ജനറേറ്റർ. അപ്പോൾ അതെന്താണെന്നുള്ളത് നമ്മളിനി പഠിക്കും. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നതാണ് ദ ഡിഫറെൻറ്റ് പവർ സ്റ്റേഷൻസ് സിറ്റുവേറ്റഡ് ഇൻ കേരള. കേരളത്തിലുള്ള പവർ സ്റ്റേഷനുകൾ നമുക്ക് ധാരാളം എക്സാമ്പിളുകൾ അറിയാം. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് ഇടുക്കി ജില്ലയിലുള്ള മൂലമറ്റം എന്ന് പറയുന്ന സ്ഥലത്തുള്ള പവർ സ്റ്റേഷൻ. പിന്നെ വേറെ ഒന്ന് കോഴിക്കോട് ജില്ലയിലെ കുറ്റിയാടിയിലുള്ള പവർ സ്റ്റേഷൻ. പിന്നെ അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിൽ തന്നെയുള്ള പള്ളിവാസൽ, ഇടുക്കി ജില്ലയിലെ മൂന്നാറിനടുത്തുള്ള പള്ളിവാസൽ, കേരളത്തിലെ ആദ്യത്തെ പവർ സ്റ്റേഷനാണ് പള്ളിവാസൽ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇങ്ങനെ ധാരാളം പവർ സ്റ്റേഷനുകളുണ്ട്. ഈ പവർ സ്റ്റേഷനുകളിലൊക്കെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 11 kV ആണ്. 11 kV വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 11 കിലോ വോൾട്ട്, 11 കിലോ വോൾട്ട്. എക്സാമിന് ചോദിക്കാറുണ്ട്, ഇൻ ഹൗ മച്ച് വോൾട്ടേജ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ്ഡ് ഇൻ പവർ സ്റ്റേഷൻ ഓഫ് അവർ കൺട്രി. നമ്മുടെ രാജ്യത്തുള്ള പവർ സ്റ്റേഷനുകളിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന എത്ര വോൾട്ടേജിലാണ് അല്ലെങ്കിൽ എത്ര പൊട്ടൻഷ്യൽ ഡിഫറൻസിലാണ്? ആൻസർ ഈസ് 11 കിലോ വോൾട്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആ കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, സോ വി നോ ദാറ്റ് ദി ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസസ് ഇൻ പവർ സ്റ്റേഷൻ. ഇലക്ട്രിസിറ്റി പവർ സ്റ്റേഷനിൽ പ്രൊഡ്യൂസ് ചെയ്യും. അവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യണം? നമ്മളെ വീടുകളിലേക്ക് അല്ലെങ്കിൽ ഫാക്ടറികളിലേക്ക് ഒക്കെ എത്തണം അല്ലേ? അതെങ്ങനെ എത്തുന്നു? നമുക്ക് വളരെ സിമ്പിളായിട്ട് അറിയാം. ഇറ്റ് ട്രാൻസ്മിറ്റ് ത്രൂ ഇലക്ട്രിക് ലൈൻസ് അല്ലേ? നമ്മുടെ വീടിൻ്റെ മുന്നിലൂടെയൊക്കെ റോഡുകളിലൂടെയൊക്കെ ഇലക്ട്രിക് പോസ്റ്റിൽ ഇലക്ട്രിക് ലൈൻസ് കാണാം. അലൂമിനിയം എന്നുള്ള മെറ്റൽ കൊണ്ടുണ്ടാക്കിയ ഇലക്ട്രിക് ലൈൻസ്, അതിലൂടെയാണ് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഒരു കണ്ടക്ടറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ നോക്കുക, ഡ്യൂ ടു ദി റെസിസ്റ്റൻസ്, അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. യു നോ ദാറ്റ് ഇൻ ഈച്ച് കണ്ടക്ടർ ഇറ്റ് ഷുഡ് ഹാവ് റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഡ്യൂ ടു ദി റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ or the transmission lines, electrical energy will lose in the form of heat. We know that according to Joule's law, when current passes through a conductor, there will be heat produced. നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ് അക്കോർഡിംഗ് ടു ജൂൾസ് ലോ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ പവർ സ്റ്റേഷനിൽ നിന്ന് വളരെ ദൂരത്തേക്കൊക്കെ ഇലക്ട്രിസിറ്റി ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ, ആ ഇലക്ട്രിക് ലൈൻസിലൂടെ കടത്തി വിടുമ്പോൾ അവിടെ ആ ഇലക്ട്രിക് ലൈൻസിൻ്റെ റെസിസ്റ്റൻസ് മൂലം അവിടെ ഹീറ്റായിട്ട് എനർജി ലോസ് ഉണ്ടാവും. എനർജി ലോസ്, ഇതിനെ നമ്മൾ പറയുന്നതാണ് എനർജി ലോസ്, അതല്ലെങ്കിൽ പവർ ലോസ് എന്നും പറയാറുണ്ട്. ഓക്കെ, ഇങ്ങനെ സംഭവിക്കും. ഇതിന് കാരണം അക്കോർഡിംഗ് ടു ജൂൾസ് ലോ വി നോ ദാറ്റ് H = I² RT. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് നമ്മൾ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇലക്ട്രിക് കറണ്ട് റെസിസ്റ്റൻസ്, ടൈം, ഇതൊക്കെ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അവിടെ ഹീറ്റ് ഇൻക്രീസ് ചെയ്യും. ഈ ഇക്വേഷൻ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാം അല്ലേ? ടൈം കൂടുമ്പോൾ ഇവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൂടും അല്ലേ? അപ്പോൾ ടൈം കുറക്കേണ്ടി വരും. ടൈം കുറക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പവർ കട്ട് പോലെ അല്ലേ? ഒരു ദിവസം 12 മണിക്കൂർ ഇലക്ട്രിസിറ്റി ട്രാൻസ്മിറ്റ് ചെയ്യാതിരിക്കുക, അതൊരിക്കലും പോസിബിൾ അല്ല. ആ സമയത്ത് ഹീറ്റ് കുറയും, പക്ഷേ നമുക്ക് കറണ്ട് കിട്ടില്ല അത്രയും സമയം. അപ്പോൾ അത് പോസിബിൾ അല്ല. പിന്നെ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യാം അല്ല? റെസിസ്റ്റൻസ് എങ്ങനെ ഡിക്രീസ് ചെയ്യാം? റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യണമെങ്കിൽ ഒന്നുണ്ടെങ്കിൽ ലെങ്ത്ത് കുറക്കണം. ലെങ്ത്ത് കുറക്കുക പറഞ്ഞാൽ പവർ സ്റ്റേഷനിൽ നിന്ന് അപ്പോൾ വളരെ തൊട്ടടുത്തുള്ള വീടുകളിലേക്ക് മാത്രമേ ഇലക്ട്രിസിറ്റി കൊടുക്കാൻ പറ്റുള്ളൂ. കുറേ ദൂരത്തേക്ക് ഉള്ള ലെങ്ത്ത്, ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ലെങ്ത്ത് നമുക്ക് കുറക്കുക എന്ന് പറയുന്നത് ഒരു പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം? റെസിസ്റ്റൻസ് കുറയാനുള്ളൊരു മാർഗ്ഗമാണ് അതിൻ്റെ തിക്നെസ് ഇൻക്രീസ് ചെയ്യുക, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ആ കമ്പിയുടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ലൈൻസിൻ്റെ, നമ്മുടെ വീടിൻ്റെ മുന്നിലൂടെയൊക്കെ പോകുന്ന ഇലക്ട്രിക് ലൈൻസിൻ്റെ വണ്ണം കൂട്ടുക. പക്ഷേ അപ്പോൾ ഉള്ള പ്രശ്നം എന്താണ്? ചിലവ് എക്സ്പെൻസീവ് ആവും, ചിലവ് കൂടും. പിന്നെ അത് താങ്ങി നിർത്താനുള്ള പില്ലറുകളുടെ എണ്ണം കൂട്ടേണ്ടി വരും. അപ്പോൾ അതും പോസിബിൾ അല്ല. പിന്നെ ഒറ്റ ഒരു മാർഗ്ഗമേ ഉള്ളൂ. ഇതാണ് പോസിബിളായിട്ടുള്ള മാർഗം. റെഡ്യൂസ് കറൻറ്റ് ടു
ഡിക്രീസ് ദി എനർജി ലോസ് ഓർ പവർ ലോസ്. എനർജി ലോസ് അല്ലെങ്കിൽ ഹീറ്റ് ലോസ് കുറക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യുക, കറണ്ട് റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ കറണ്ട് റെഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ട്, P ഈക്വൽ ടു പവർ, ഇലക്ട്രിക് പവർ ഈക്വൽ ടു V ഇൻറ്റു I. ഇതാ ഈ ഇക്വേഷൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു പ്രശ്നം വരുന്നുണ്ട്. എന്താണ് ആ പ്രശ്നം? അതായത് നമ്മൾ I ഡിക്രീസ് ചെയ്യണം, റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും, പവർ കുറയും. അപ്പോൾ അവിടെ പവർ ലോസ് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ I എത്രത്തോളം ഡിക്രീസ് ചെയ്യുന്നു അത്രത്തോളം V ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, I ഇങ്ങനെ ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് V ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യാം, I ഡിക്രീസ് ചെയ്യുന്നത് ആര് ബാലൻസ് ചെയ്യും, V ബാലൻസ് ചെയ്യും. അപ്പോൾ നമ്മളിവിടെ അതായത് കറണ്ട് റെഡ്യൂസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക, ഇൻക്രീസ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ രണ്ട് കാര്യം ചെയ്യണം, റെഡ്യൂസ് കറണ്ട് ആൻഡ് ഇൻക്രീസ് വോൾട്ടേജ്. ഹൗ വി ക്യാൻ ഇൻക്രീസ് ദി വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാനുള്ള മാർഗ്ഗം എന്താ? നമുക്ക് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ഉണ്ട്, ദാറ്റ് ഈസ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. സോ ബൈ യൂസിങ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ വി ക്യാൻ റെഡ്യൂസ് ദി പവർ ലോസ് ഓർ ഹീറ്റ് ലോസ്. നമുക്ക് എന്ത് ചെയ്യാം, കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, കറണ്ട് ഡിക്രീസ് ചെയ്യുന്നതിൻ്റെ കൂടെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഉണ്ടാകുന്ന എനർജി ലോസ്, ഹീറ്റിൻ്റെ രൂപത്തിൽ എനർജി ലോസ് ചെയ്യുന്നത്, ഇലക്ട്രിക്കൽ എനർജി ലോസ് ചെയ്യുന്നത് നമുക്ക് ഡിക്രീസ് ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റാണ്. ഹൗ വി ക്യാൻ റെഡ്യൂസ് ദി എനർജി ലോസ്, ഇലക്ട്രിക്കൽ എനർജി ലോസ് ഇൻ ദി ഫോം ഓഫ് ഹീറ്റിൻ്റെ ഫോമിൽ ലോസ് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് ഡിക്രീസ് ചെയ്യാം എന്നുള്ളതിന്, ഇൻക്രീസ് ദി വോൾട്ടേജ് ബൈ ഡിക്രീസിങ് ദി കറണ്ട് ഡിക്രീസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുക ബൈ യൂസിങ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. അപ്പോൾ ആ കാര്യം നമ്മളിവിടെ ഓർത്ത് വെക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറാണ് ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾക്കറിയാം ഇവിടെ കറണ്ട് നമ്മൾ ഹാഫായിട്ട് I എന്നുള്ളത് നമ്മൾ I/2 കറണ്ട് ഹാഫായി ഡിക്രീസ് ചെയ്താൽ ഹീറ്റ് എത്രത്തോളം ഡിക്രീസ് ആവും എന്നുള്ളത് നോക്കുക. നമുക്കറിയാം H ഈക്വൽ ടു I² RT ആണ്. അപ്പോൾ I² എന്നുള്ളതിന് പകരം I/2² എന്ന് പറഞ്ഞാൽ I²/4 എന്നായി മാറും അല്ലേ. I/2ൻ്റെ സ്ക്വയർ എന്താണ്, I-ൻ്റെ സ്ക്വയർ I² എന്ന് എഴുതി, 2ൻ്റെ സ്ക്വയർ 4. ഓക്കെ, ഞാൻ I എന്നുള്ളതിന് പകരം എന്താ, കറണ്ട്. നമ്മുടെ ടെക്സ്റ്റിലൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് വിൽ ബി ദി ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് വെൻ കറണ്ട് ബിക്കം ഹാഫ്. കറണ്ട് ഹാഫ് ആയാൽ ഹീറ്റ് എത്രയായിട്ട് ഡിക്രീസ് ചെയ്യും നോക്കാം. അപ്പോൾ I എന്നുള്ളതിന് പകരം I/2ൻ്റെ സ്ക്വയർ I²/4, R അതുപോലെ എഴുതി, T അതുപോലെ എഴുതി. അപ്പോൾ H ഈക്വൽ ടു നമുക്ക് പുതിയ ഹീറ്റ് കിട്ടുന്നത് H' എന്ന് കൊടുക്കും. H'. ആദ്യത്തെ കേസിൽ സാധാരണ കേസിലുള്ള ഹീറ്റാണ് H ഈക്വൽ ടു I² RT. ഞാൻ ഹീറ്റ് അതായത് കറണ്ട് പകുതിയാക്കുമ്പോഴുള്ള ഹീറ്റ് എത്രയാണ് നോക്കാം. H' ഈക്വൽ I² RT/4. I² RT എന്ന് പറഞ്ഞാൽ നമുക്കറിയാം H ആണ്. അപ്പോൾ H/4. അപ്പോൾ ഇവിടെ എന്തായി, ഇഫ് കറണ്ട് ബിക്കംസ് ഹാഫ് ദി ഹീറ്റ് വിൽ ബി റെഡ്യൂസ്ഡ് ഇൻ ടു 1/4, 4/1 കുറയും അല്ലേ. I എന്നുള്ളത് I/2 പകുതിയായി മാറുമ്പോൾ ഹീറ്റ് എന്തായി മാറി, H/4, 4/1 അതായത് 1/4 കുറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം പഠിക്കേണ്ടത്. ഇനി നമ്മൾ പഠിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന 11 kV ആണെന്ന് പറഞ്ഞു. 11 kV എന്ന് പറഞ്ഞാൽ കിലോ എന്ന് പറഞ്ഞാൽ 1000 ആണ്. അപ്പോൾ 11 × 1000 വോൾട്ട് ആണ്, അതായത് 11,000 വോൾട്ട്. അതാണ് 11 kV എന്ന് പറയുന്നത്.